യോശുവ അധ്യായം 21. അനന്തരം ലേവ്യരുടെ കുടുംബത്തലവന്മാർ പുരോഹിതനായ എലയാസറിന്റെയും നൂന്റെ മകനായ യോശുവയുടെയും ഇസ്രായേൽ ഗോത്രങ്ങളിലെ കുടുംബത്തലവന്മാരുടെയും അടുക്കൽ വന്നു. കനാൻ ദേശത്ത് ശീലോവിൽ വച്ചവരോട്, യഹോവ ഞങ്ങൾക്ക് പാർപ്പാൻ പട്ടണങ്ങളും ഞങ്ങളുടെ കന്നുകാലികൾക്ക് പുൽപ്പുറങ്ങളും തരുവാൻ മോശെ മുഖാന്തരം കൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്നു പറഞ്ഞു. എന്നാറെ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ അവകാശത്തിൽ നിന്ന് യഹോവയുടെ കൽപ്പന പ്രകാരം ഈ പട്ടണങ്ങളും അവയുടെ പുൽപ്പുറങ്ങളും ലേവ്യർക്ക് കൊടുത്തു. കെഹാത്യരുടെ കുടുംബങ്ങൾക്ക് വന്ന നറുക്കു പ്രകാരം ലേവ്യരിൽ പുരോഹിതനായ അഹരോന്റെ മക്കൾക്ക് യഹൂദാ ഗോത്രത്തിലും ശിമയോൻ ഗോത്രത്തിലും ബെന്യാമീൻ ഗോത്രത്തിലും കൂടെ 13 പട്ടണം കിട്ടി. കെഹാത്തിന്റെ ശേഷം മക്കൾക്ക് എഫ്രയീം ഗോത്രത്തിലും ദാൻ ഗോത്രത്തിലും മനശ്ശയുടെ പാതി ഗോത്രത്തിലും നറുക്കു പ്രകാരം 10 പട്ടണം കിട്ടി. ഗേർഷോന്റെ മക്കൾക്ക് ഇസ്സാഹാർ ഗോത്രത്തിലും ആശേർ ഗോത്രത്തിലും നഫ്താലി ഗോത്രത്തിലും ബാശാനിലെ മനശ്ശയുടെ പാതി ഗോത്രത്തിലും നറുക്കു പ്രകാരം 13 പട്ടണം കിട്ടി. മെരാരിയുടെ മക്കൾക്ക് കുടുംബമായി രൂബേൻ ഗോത്രത്തിലും ഗാദ് ഗോത്രത്തിലും സെബൂലൂൻ ഗോത്രത്തിലും കൂടെ 12 പട്ടണം കിട്ടി. യഹോവ മോശെ മുഖാന്തരം കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ ലേവ്യർക്ക് ഈ പട്ടണങ്ങളും അവയുടെ പുൽപ്പുറങ്ങളും നറുക്കു പ്രകാരം കൊടുത്തു. അവർ യഹൂദാ മക്കളുടെ ഗോത്രത്തിലും ശിമയോൻ മക്കളുടെ ഗോത്രത്തിലും താഴെ പേർ പറയുന്ന പട്ടണങ്ങളെ കൊടുത്തു. അവ ലേവി മക്കളിൽ കെഹാത്യരുടെ കുടുംബങ്ങളിൽ അഹരോന്റെ മക്കൾക്ക് കിട്ടി. അവർക്കായിരുന്നു ഒന്നാമത്തെ നറുക്കു വന്നത്. യഹൂദാ മലനാട്ടിൽ അവർ അനാക്കിന്റെ അപ്പനായ അർബയുടെ പട്ടണമായ ഹെബ്രോനും അതിനു ചുറ്റുമുള്ള പുൽപ്പുറങ്ങളും അവർക്ക് കൊടുത്തു. എന്നാൽ പട്ടണത്തോട് ചേർന്ന നിലങ്ങളും ഗ്രാമങ്ങളും അവർ യെഫുന്നയുടെ മകനായ കാലേബിന് അവകാശമായി കൊടുത്തു. ഇങ്ങനെ അവർ പുരോഹിതനായ അഹരോന്റെ മക്കൾക്ക് കൊല ചെയ്തവന് സങ്കേത നഗരമായ ഹെബ്രോനും അതിന്റെ പുൽപ്പുറങ്ങളും ലിബ്നയും അതിന്റെ പുൽപ്പുറങ്ങളും യഥീരും അതിന്റെ പുൽപ്പുറങ്ങളും എസ്തെമോവയും അതിന്റെ പുൽപ്പുറങ്ങളും ഹോലോനും അതിന്റെ പുൽപ്പുറങ്ങളും ദെബീരും അതിന്റെ പുൽപ്പുറങ്ങളും അയീനും അതിന്റെ പുൽപ്പുറങ്ങളും യുക്തയും അതിന്റെ പുൽപ്പുറങ്ങളും ബേത് ഷെമേഷും അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ ആ 2 ഗോത്രങ്ങളിൽ 9 പട്ടണവും ബെന്യാമീൻ ഗോത്രത്തിൽ ഗിബയോനും അതിന്റെ പുൽപ്പുറങ്ങളും ഗേബയും അതിന്റെ പുൽപ്പുറങ്ങളും അനാഥോത്തും അതിന്റെ പുൽപ്പുറങ്ങളും അൽമോനും അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ 4 പട്ടണവും കൊടുത്തു. അഹരോന്റെ മക്കളായ പുരോഹിതന്മാർക്ക് എല്ലാം കൂടി 13 പട്ടണവും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി. കെഹാത്തിന്റെ ശേഷം മക്കളായ ലേവ്യർക്ക് കെഹാത്യ കുടുംബങ്ങൾക്ക് തന്നെ നറുക്കു പ്രകാരം കിട്ടിയ പട്ടണങ്ങൾ എഫ്രയീം ഗോത്രത്തിൽ ആയിരുന്നു. എഫ്രയീം നാട്ടിൽ കൊല ചെയ്തവന് സങ്കേത നഗരമായ ശേഖേമും അതിന്റെ പുൽപ്പുറങ്ങളും ഗേസരും അതിന്റെ പുൽപ്പുറങ്ങളും കിബ്സയീമും അതിന്റെ പുൽപ്പുറങ്ങളും ബേത് ഹോരോനും അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ 4 പട്ടണവും ദാൻ ഗോത്രത്തിൽ എൽത്തേക്കയും അതിന്റെ പുൽപ്പുറങ്ങളും ഗിബെഥോനും അതിന്റെ പുൽപ്പുറങ്ങളും അയ്യാലോനും അതിന്റെ പുൽപ്പുറങ്ങളും ഗത് റിമോനും അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ 4 പട്ടണവും മനശ്ശയുടെ പാതി ഗോത്രത്തിൽ താനാക്കും അതിന്റെ പുൽപ്പുറങ്ങളും ഗത് റിമോനും അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ 2 പട്ടണവും അവർക്ക് കൊടുത്തു. ഇങ്ങനെ കെഹാത്തിന്റെ ശേഷം മക്കളുടെ കുടുംബങ്ങൾക്ക് എല്ലാം കൂടി 10 പട്ടണവും അവയുടെ പുൽപ്പുറവും കിട്ടി. ലേവ്യരുടെ കുടുംബങ്ങളിൽ ഗേർഷോന്റെ മക്കൾക്ക് മനശ്ശയുടെ പാതി ഗോത്രത്തിൽ കൊല ചെയ്തവന് സങ്കേത നഗരമായ ബാശാനിലെ ഗോലാനും അതിന്റെ പുൽപ്പുറങ്ങളും ബെയസ്തെരയും അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ 2 പട്ടണവും ഇസ്സാഹാർ ഗോത്രത്തിൽ കിഷ്യോനും അതിന്റെ പുൽപ്പുറങ്ങളും ദാബെരത്തും അതിന്റെ പുൽപ്പുറങ്ങളും യർമൂത്തും അതിന്റെ പുൽപ്പുറങ്ങളും ഏൻ ഗന്നീമും അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ 4 പട്ടണവും ആശേർ ഗോത്രത്തിൽ മിഷാലും അതിന്റെ പുൽപ്പുറങ്ങളും അബ്ദോനും അതിന്റെ പുൽപ്പുറങ്ങളും ഹെൽക്കത്തും അതിന്റെ പുൽപ്പുറങ്ങളും രഹോബും അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ 4 പട്ടണവും നഫ്താലി ഗോത്രത്തിൽ കൊല ചെയ്തവന് സങ്കേത നഗരമായ ഗലീലയിലെ കേദശും അതിന്റെ പുൽപ്പുറങ്ങളും ഹമ്മോത്ത് ദോരും അതിന്റെ പുൽപ്പുറങ്ങളും കർത്താനും അതിന്റെ പുൽപ്പുറങ്ങളും
ഇങ്ങനെ 3 പട്ടണവും കൊടുത്തു. ഗേർഷോന്യർക്ക് കുടുംബം കുടുംബമായി എല്ലാം കൂടി 13 പട്ടണവും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി. ശേഷം ലേവ്യരിൽ മെരാരിയ കുടുംബങ്ങൾക്ക് സെബൂലൂൻ ഗോത്രത്തിൽ യൊക്നെയാമും അതിന്റെ പുൽപ്പുറങ്ങളും, കർത്തയും അതിന്റെ പുൽപ്പുറങ്ങളും, ദിമ്നിയും അതിന്റെ പുൽപ്പുറങ്ങളും, നഹലലാലും അതിന്റെ പുൽപ്പുറങ്ങളും, ഇങ്ങനെ 4 പട്ടണവും. രൂബേൻ ഗോത്രത്തിൽ ബേസരും അതിന്റെ പുൽപ്പുറങ്ങളും, യഹ്സയും അതിന്റെ പുൽപ്പുറങ്ങളും, കേദമേത്തും അതിന്റെ പുൽപ്പുറങ്ങളും, മേഫാത്തും അതിന്റെ പുൽപ്പുറങ്ങളും, ഇങ്ങനെ 4 പട്ടണവും. ഗാദ് ഗോത്രത്തിൽ കൊല ചെയ്തവന് സങ്കേത നഗരമായ ഗിലയാദിലെ രാമോത്തും അതിന്റെ പുൽപ്പുറങ്ങളും, മഹനയീമും അതിന്റെ പുൽപ്പുറങ്ങളും, ഹെഷ്ബോനും അതിന്റെ പുൽപ്പുറങ്ങളും, യസേരും അതിന്റെ പുൽപ്പുറങ്ങളും, ഇങ്ങനെയെല്ലാം കൂടി 4 പട്ടണവും കൊടുത്തു. അങ്ങനെ ശേഷം ലേവ്യ കുടുംബങ്ങളായ മെരാര്യർക്ക് നറുക്കുപ്രകാരം കുടുംബം കുടുംബമായി കിട്ടിയ പട്ടണങ്ങൾ എല്ലാം കൂടി 12 ആയിരുന്നു. ഇസ്രായേൽ മക്കളുടെ അവകാശത്തിൽ ലേവ്യർക്ക് എല്ലാം കൂടി 48 പട്ടണവും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി. ഈ പട്ടണങ്ങളിൽ ഓരോന്നിനും ചുറ്റും പുൽപ്പുറങ്ങൾ ഉണ്ടായിരുന്നു. ഈ പട്ടണങ്ങൾക്കൊക്കെയും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. യഹോവ ഇസ്രായേലിന് താൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശമെല്ലാം കൊടുത്തു. അവർ അത് കൈവശമാക്കി അവിടെ കുടിപാർത്തു. യഹോവ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെയൊക്കെയും ചുറ്റും അവർക്ക് സ്വസ്ഥത നൽകി. ശത്രുക്കളിൽ ഒരുത്തനും അവരുടെ മുമ്പിൽ നിന്നിട്ടില്ല. യഹോവ സകല ശത്രുക്കളെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നും വൃഥാവാകാതെ സകലവും നിവൃത്തിയായി.